DGP നമ്മുടെ പയ്യനാ, കാര്യമായിട്ടൊന്ന് ഗവനിച്ചേക്കണം. മന്ത്രി ഇടിക്കുളയുടെ പേര് പറഞ്ഞ എല്ലാം ഓക്കെ ആയിക്കോളും. വേദാചലം, ഇയാൾ ജഡ്ജാണല്ലോ. നായർ. യെസ് മാഡം. കലക്ടർ സന്താനം, ചെന്നൈ. അടുത്തത് എന്താണെന്ന് നോക്കാൻ പറ്റും. DGP രാജശേഖര വർമ്മയോ? Nice to meet you, MLA sir. Yes. I am Arivanandam from Attipatti. അത്തിപ്പട്ടിയോ? അത്തിപ്പട്ടിയെ പറ്റി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളാര്? Citizen. മിസ്റ്റർ നായർ, ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും സിബിയുടെ കസ്റ്റഡിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യൂ. കമോൺ, വേഗം തന്നെ എല്ലാം പരിശോധിച്ചെടുക്ക്. കമോൺ, ഹറി അപ്പ്. ഹലോ, ഇസ് ഇറ്റ് DGP's ഓഫീസ്? Citizen. യു മിസ്റ്റർ സിറ്റിസൺ, ഞാൻ നിന്റെ കടയിൽ നിന്ന് സംസാരിക്കുന്നത്. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിന്റെ കട സീൽ വെക്കും. നീ ഇവിടെ വന്ന് സറണ്ടർ ആയാൽ നിന്റെ പനിഷ്മെന്റ് കുറയുന്നതാണ്. ഞാനോ സറണ്ടർ ചെയ്യാനോ? എന്നെ തേടി നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരാം. വഴിയിൽ വെച്ച് കാണാം നമുക്ക്. ഒരു കാര്യം കേട്ടോ, നീ തെറ്റുകൾ ചെയ്തു കൂട്ടുകയാണ്. മിസ് സരോജിനി ഹരിചന്ദ്രൻ, സ്റ്റോപ്പ്, ലിസൺ ആൻഡ് ദെൻ പ്രൊസീഡ്. കഴിയുമെങ്കിൽ എന്നെ പിടിക്കാൻ നോക്ക്. ഗുഡ് ബൈ. ഹലോ ഹലോ. വണ്ടി കൊണ്ട് ഇടിപ്പിച്ചവൻ പറഞ്ഞിട്ട് നിന്ന് ന്യായം പറയുന്നു. സരോജിനി ഹരിചന്ദ്രൻ. ഇടിച്ചത് തന്റെ വണ്ടിയല്ലേ, കാലിലെ പൈസ എന്നോട് വന്ന് ചൂടാകുന്നോ? നായർ, അടുത്തുള്ള ബൂത്തിൽ ഉടനെ തന്നെ ഇൻഫോം ചെയ്ത് ട്രാഫിക് ക്ലിയർ ചെയ്യാം. ഹലോ, CBI രാജൻ സ്പീക്കിംഗ്. ഇവിടെ അടയാറാകെ ബ്ലോക്കാണ്. ഞങ്ങൾ ഇവിടെ സ്റ്റക്കായിരിക്കുകയാണ്. വേഗം ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റി തരണം സാർ. ഞങ്ങളൊരു അർജന്റ് മിഷനിലാണ്. വണ്ടി എടുത്ത് മാറ്റണോ? ഞങ്ങൾക്ക് പോകാനുള്ളതാ. താൻ എന്താ കാണിച്ചത്? എന്റെ വണ്ടിയുടെ മുന്നിലോട്ട് എന്താണ് പ്രശ്നം? നിങ്ങൾ കാരണം വണ്ടികൾ ഇങ്ങനെ ട്രാഫിക് ബ്ലോക്ക് കിടക്കുന്നത്. വണ്ടി എടുത്ത് മാറ്റാം, എടുത്ത് മാറ്റാം, എടുത്ത് മാറ്റാൻ പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞു വണ്ടി എടുത്ത് മാറ്റാം, എടുത്ത് മാറ്റാം, പറഞ്ഞോടാ മാറ്റാം, മാറ്റാം. താൻ ആദ്യം വണ്ടി എടുക്കണോ? ഒരു മിനിറ്റ്, എടാ പോടാ, വണ്ടി എടുക്കണം, എടുത്ത് മാറ്റും വണ്ടി. കൊണ്ടാണെങ്കിലും വേഗം വേഗം വണ്ടി എടുത്ത് മാറ്റാം. സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ആണോ? വേഗം എടുക്ക്. എടുത്ത് മാറ്റ്. ഗവൺമെൻറ് വണ്ടിയാണല്ലോ, എന്തോ അത്യാവശ്യത്തിന് പോകുമെന്ന് തോന്നല്ലോ. സോറി മാഡം, ഒരു ചെറിയ പ്രശ്നം, അതാ ട്രാഫിക് ജാം. ബട്ട് നൗ ഇറ്റ്സ് ക്ലിയർ. മാഡം പൊക്കോളൂ. ഓ, എന്ത് കാഴ്ച കാണാം. കമോൺ. ഈ സിറ്റിയിലെ ഓട്ടോക്കാർ കാരണം വളരെ പ്രശ്നമാണ്. ഹലോ, സരോജിനി ഹരിചന്ദ്രൻ. യെസ്. എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റിസൺ നിങ്ങളുടെ കയ്യിൽ തന്നെ മൂന്നാമതൊരു ക്ലൂ തന്നിട്ട് പോയിക്കൂടുന്നുണ്ടോ? എന്ത് പറ്റി മാഡം? മൂന്നാമത്തെ കിട്ടാൻ പാടാ. നായർ, ഇവിടെ വന്നിട്ട് പോയ ട്രാഫിക് സർജൻ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. രണ്ടു ദിവസം എവിടെയായിരുന്നു? എന്താടി നീ ഒരു കാര്യം അറിഞ്ഞോ? നിന്റെ ആളില്ലേ അബ്ദുള്ള, അവന്റെ കട സീല് വെച്ചു. എന്താടി പറയുന്നത്? അവൻ തന്നെയാ പോലീസ് അന്വേഷിക്കുന്ന സിറ്റിസൺ. വലിയ ടെററിസ്റ്റാ. ഇപ്പൊ പോലീസിന്റെ നിരീക്ഷണത്തിലാ. അത് പിന്നെ തെളിവെല്ലാം അയാൾ അവിടെ കുടുങ്ങിയോ അതോ രക്ഷപ്പെട്ടോ? ആൾ എസ്കേപ്പ് ആയി. ബട്ട് ദ മാറ്റർ ഈസ് വെരി സീരിയസ്. സാറെ പെൺപിള്ളാരൊക്കെ അകത്ത്, ഞാൻ അണ്ടർവെയർ ഇട്ടാ നിൽക്കുന്നത്. ഇത് സീനിയർ ഓഫീസറാണ്. ഗുഡ് മോർണിംഗ്.
നായർ, ഇവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒന്നും വ്യക്തമായി പറയുന്നില്ല മാഡം. പട്ടം കളിപ്പിക്കാണെന്ന് തോന്നുന്നു. കം ഹിയർ. പറയൂ, അബ്ദുള്ളയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അബ്ദുള്ള ചേട്ടൻ 2-2.5 കൊല്ലമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ്. ചേട്ടൻ കാരണം ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവരുടെ കടയിൽ സ്ഥിരമായിട്ട് ആരൊക്കെയാണ് വരുന്നത്? നിയമത്തെ കുറിച്ചൊക്കെ ചോദിച്ച് കുറെ പേര് വരുമായിരുന്നു. നല്ല ചുമന്ന് തൊടുത്തൊരു പെണ്ണ് സ്കൂട്ടറിൽ വരാറുണ്ട്. ആ പെണ്ണിന്റെ പേരെന്താണ്? ഇന്ദു. അച്ഛൻ കൃഷ്ണമൂർത്തി, തഹസിൽദാർ ഓഫീസിൽ ജോലി നോക്കുന്നു. പേരിന്ദു. മൂത്ത മകൾ. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് നാട് ചുറ്റുന്ന മോഡേൺ ഗേൾ. അവന് നിനക്ക് എത്ര വർഷമായിട്ട് അറിയാം? 2.5 വർഷമായിട്ട്. പ്രണയമാണോ? ഒരു ക്രിമിനലുമായിട്ടുള്ള പ്രണയബന്ധം? എന്താ അതും ഫാഷനാണോ? അല്ല, ഇതൊരു വൺ സൈഡ് ലവ്. നീയാണോ അതോ അവനാണോ? ഞാനാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ കാണാറുണ്ടല്ലേ? ബസന്ത് നഗറിൽ നിങ്ങൾ മീറ്റ് ചെയ്ത അടുത്ത ദിവസം തന്നെ വേറൊരു VIP യെ കാണാതായിട്ടുണ്ട്. നിങ്ങൾ അവിടെ എന്താണ് സംസാരിച്ചത്? പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് സംസാരിച്ചത്? വൈ ഡോണ്ട് യു കം ഔട്ട് വിത്ത് ഇറ്റ്? ഞാൻ അയാളോട് എന്റെ ഇഷ്ടമൊന്നും അറിയിച്ചത്. എന്നിട്ട് അയാള് ദേഷ്യപ്പെട്ടു. പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞു. പറ്റില്ലെന്ന് മാത്രം പറയാൻ 3 മണിക്കൂർ സംസാരിച്ചോ? വാട്ട് യു ട്രൈയിങ് ടു സേ? ആർ യു കിഡിങ്? നായർ, യെസ് മാഡം. കോൾ ഹർ പേരന്റ്സ് ആൾസോ. ഓക്കെ മാഡം. എന്റെ പേരൻസിനെ എന്തിനാ വിളിക്കുന്നത്? അവര് പ്രായമായവരല്ലേ. സോ വാട്ട്? ഇന്ന് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിൽ മുഴുവനും ഞങ്ങൾ അവനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന് വലിയ പ്രശ്നം ഉണ്ടാവും. യു നോ? നോ പ്രോബ്ലം. കല്യാണക്കുറിയിൽ മാത്രമാണ് ഒരു പെണ്ണിന്റെ പേര് ഒരാണിന്റെ പേരിനോടൊപ്പം അച്ചടിച്ച് വരുന്നതെന്നാൽ എല്ലാ പത്രങ്ങളിലും അയാൾക്കും എനിക്കും വൃത്തികെട്ട റിലേഷൻഷിപ്പാണെന്ന് എഴുതി പബ്ലിഷ് ചെയ്ത് നാറ്റിച്ചു കളഞ്ഞു. ബട്ട് ഞാൻ ജീവിക്കാൻ വേണ്ടി മരിക്കാനും റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ അവളെ വിട്ടേക്കോ. ഈ നാട് വിട്ടെവിടെയും പോകരുത്. ഓക്കെ, യു മേ ഗോ നൗ. നായർ, യെസ്. ഈ പെണ്ണിന്റെ ഇനിയുള്ള എല്ലാ മൊമെന്റും വാച്ച് ചെയ്തോളൂ. ഭീകരവാദിയായ സിറ്റിസൺ എന്ന യുവാവിനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ നിങ്ങൾ അറിയിക്കേണ്ട ഫോൺ നമ്പർ 9840338304. 16 വയസ്സിലുള്ള ഫോട്ടോയാണിത്. ലോ കോളേജിൽ ചേർന്നപ്പോഴുള്ള ഫോട്ടോയാണിത്. ഇപ്പോൾ സിറ്റിസൺ ഇതുപോലുള്ള ഏത് വേഷത്തിലും കാണാൻ കഴിയും. അവൻ തടാക്കാട്ടിലുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ക്ലിയർ ഇൻഫോർമേഷൻ. കമാൻഡേഴ്സിനെയും പോലീസിനെയും അയച്ച് ഫോറസ്റ്റ് പരിശോധിക്കാൻ പറയണം. ഓക്കെ, ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ അത്തിപ്പെട്ടിയുടെ ചരിത്രം പുറത്തുവരും. നിനക്കത് എവിടെ കാര്യം? നിന്നെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ കാറ്റാണ് വഴി കാണിച്ചു തന്നത്. ഇത് അപകടം പിടിച്ച സ്ഥലമാണ്. ദയവേ ഇത് ഇവിടുന്ന് വേഗം പോയേക്ക്. പോകാൻ വേണ്ടി വന്നതല്ല, ഞാൻ നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി വന്നതാ. വെറുതെ ഇങ്ങനെ വിഡ്ഢിത്തരം പറയാതെ. ഇനിയെങ്കിലും ഞാനാണെന്ന് ശരിക്കും മനസ്സിലായില്ലേ? പോയി ഇവിടുന്ന്. ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഇപ്പോഴല്ലേ അറിയുന്നത്, എന്നാൽ എനിക്ക് എപ്പോഴേ അറിയാം. എന്തേ പറയുന്നേ? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഡ്യൂപ്പിട്ട കാര്യം റെക്കോർഡായ കാസറ്റ് നിങ്ങളുടെ പക്കലുണ്ടെന്നറിഞ്ഞ് ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് ചെന്നു. ബട്ട് കമ്പ്യൂട്ടറിലെ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരാണെന്ന്. നിങ്ങളാണ് സിറ്റിസൺ എന്ന് അറിഞ്ഞിട്ട് പോലും ഇതുവരെ എനിക്ക് നിങ്ങളോട് ഒരു തെറ്റിദ്ധാരണയുണ്ടായിട്ടില്ല. ഞാൻ സിറ്റിസണാണെന്ന് മാത്രമേ നിനക്കറിയുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും നിനക്കറിയില്ല. ആവശ്യമില്ല, അറിയാൻ ഞാനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. നിന്നോടിപ്പോ വഴക്കിടാൻ എനിക്ക് നേരമില്ല. മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞ. ഞാൻ ജീവിക്കാൻ വേണ്ടി മരണം വരെ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. എടി, ഞാൻ കാരണം മറ്റുള്ള റിസ്ക് എടുത്ത് എനിക്ക് വേണ്ടി മരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ തനിച്ചൊരാളല്ല. മാറ്.